നമസ്കാരം. ടോഷ്മാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ചൂട് കാലമൊക്കെ ആണല്ലോ, നമുക്ക് സാലഡ്സ് ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ സമയമാണ്. അതുപോലെ ഇപ്പം തണ്ണിമത്തങ്ങയുടെ സമയമാണ്. അപ്പം നമുക്ക് തണ്ണിമത്തങ്ങ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത്. ഇത് വെയിറ്റ് ലോസിനും ഒക്കെ നല്ലതാണ്. ഇത് തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകൾ വേണമെന്നും എങ്ങനെയാണ് തയ്യാറാക്കുന്നതും നമുക്ക് നോക്കാം. വാട്ടർ മെലോൺ നമ്മൾ ബൈറ്റ് സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കുരു കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അവക്കാഡോ വേണം. ഒരു ചെറിയ അവക്കാഡോ മുഴുവനും ഞാൻ എടുത്തേക്കുന്നത്, അതും ഒരേ സൈസിൽ തന്നെ കട്ട് ചെയ്യുക. ഇത് സവോളയാണ്. സവോള ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഒരെണ്ണം. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വേണം. അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ആപ്പിൾ സൈഡർ വിനീഗർ, അല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് എടുത്താലും മതി. പിന്നെ ഒലിവ് ഓയിൽ. ഇത്രയാണ് നമുക്ക് അവക്കാഡോ വാട്ടർമെലോൺ സാലഡ് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ബോട്ടിൽ അല്ലെങ്കിൽ നിങ്ങളൊരു അടയ്ക്കാൻ പറ്റുന്ന, നന്നായിട്ട് അടയ്ക്കാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ എടുത്താലും മതി. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർക്കുക. അതിലേക്ക് കുറച്ച് ആപ്പിൾ സൈഡർ വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർക്കുക. ഒത്തിരി ചേർക്കണ്ട, ഒരു ടീസ്പൂണൊക്കെ തന്നെ ചേർത്താൽ മതി. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയാണ്, ഇതും ചേർക്കാം. ഒരു നുള്ളു ചേർത്താൽ മതി വെളുത്തുള്ളി. പിന്നെ ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കണം. ഒരു ഏകദേശം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മൾ പാകത്തിന് ഉപ്പും ചേർക്കണം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളവും ചേർക്കണം. ഏകദേശം ഒരു ടീസ്പൂൺ വെള്ളം തന്നെ ചേർത്താൽ മതി. ഇനി ഈ ബോട്ടിൽ നന്നായിട്ട് അടച്ചിട്ട് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കുലുക്കണം. നമ്മൾ ഇതിൻ്റെ ഡ്രസ്സിങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വലിയ ബോൾ എടുത്തിട്ട് നമ്മൾ വാട്ടർ മെലോൺ എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ ചേർക്കുക. നല്ല തണുപ്പിച്ച വാട്ടർ മെലോണാണിത്. അതുപോലെ തന്നെ ഇതിലേക്ക് സവോള അരിഞ്ഞത് ചേർക്കുക. ഇത് വലിയ പീസസ് ആയിട്ട് ഒരേ സൈസിൽ കട്ട് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ അവക്കാഡോ ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന സാലഡ് ഡ്രസ്സിങ് ഉണ്ടല്ലോ, നമ്മൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഉപ്പും കുരുമുളക് പൊടി, പിന്നെ ആപ്പിൾ സൈഡർ വിനീഗർ, കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്തതാണിത്. ഇതും ചേർക്കുക. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചോ, അല്ലെങ്കിൽ ഇത് തണുത്ത ഫ്രൂട്ട്സൊക്കെ എടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് അന്നേരം തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വെയിറ്റ് ലോസിനൊക്കെ പറ്റുന്ന ഒരു നല്ല വെയിറ്റ് ലോസ് നല്ല ഫില്ലിംഗ് ആയിട്ട്, അപ്പം വെയിറ്റ് ലോസിനൊക്കെ നമുക്ക് ഒത്തിരി സഹായിക്കും നമ്മളെ. നമുക്കിത് ഒരു മീലൊക്കെ ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിങ്ങനെ സാലഡൊക്കെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ വെയിറ്റ് ലോസ് ഡയറ്റിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിലും നമ്മളിപ്പോൾ ഈ സമ്മർ സീസൺ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും ഒക്കെ കഴിക്കണമല്ലോ. അപ്പം അങ്ങനെ തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡാണിത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.